ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് രണ്ട് ദിവസമായി ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം വിഷു ഒക്കെ അല്ലേ ഇങ്ങടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് കുറേ വർക്ക് ഉണ്ടായിരുന്നു ചെയ്ത് തീർക്കാൻ. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടിയാ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും ഈ വീഡിയോ ഒന്ന് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന്. അതെന്താ വെച്ചാൽ പറയണം എന്ന് ഉള്ളത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ല വെച്ചാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമല്ലോ. അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് വരാറുണ്ടല്ലോ. അപ്പം ചില കമൻറ്റ് എടുത്തിട്ടിട്ട് ഞാൻ അതിന് മറുപടി കൊടുക്കാറുണ്ട്. ചില കമൻറ്റ് എന്ന് വെച്ചാൽ ആള് ജെന്യൂനാണ് എന്ന് തോന്നിയാൽ അതിനുള്ള മറുപടി കൊടുക്കേണ്ട അല്ലെ കിട്ടേണ്ട ആളാണ് എന്ന് തോന്നിയാലൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ഞാനെന്ന് വെച്ചാൽ കമൻറ്റ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. പിന്നെ എങ്ങനെ ഈ കമൻറ്റിന് മറുപടി കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ഫോണിൻ്റെ മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പം ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പം അതിൽ കാണുമ്പം ചില കമൻറ്റിന് മറുപടി കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചിലതിന് മറുപടി കൊടുക്കാറ്. അപ്പോൾ ആളുടെ പ്രൊഫൈൽ പിക്ക് ഉണ്ടെങ്കിൽ ആൾ ജെന്യൂനാണ് എന്ന് തോന്നിയാൽ ഒക്കെ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ചിലർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, ചിലരുടെ ചാനലൊന്ന് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട്, എന്താ വെച്ചാൽ എന്നെക്കുറിച്ച് നെഗറ്റീവ് ഇട്ടാൽ ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുമ്പം ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ നിലവിലുണ്ട്. അപ്പം അത് മോഹിച്ച് ഒരു കുറുക്കൻ എന്താക്കിയെന്നറിയോ? കുറുക്കന് കുറേ കാലമായി എൻ്റെ വീഡിയോസിൻ്റെ ഇങ്ങനെ കമൻ്റ് ഇടുന്നു. അപ്പം നമ്മൾ 1 കണ്ടില്ലെന്ന് നടിച്ചു, 2 കണ്ടില്ലെന്ന് നടിച്ചു, 3 കണ്ടില്ലെന്ന് നടിച്ചു. അപ്പം കുറുക്കൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ഞാനിതെടുത്ത് പ്രതികരിക്കണം. അപ്പം ഞാൻ വെറുതെ ഈ കുറുക്കൻ്റെ അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കിയപ്പം കുറുക്കൻ എന്തുവാന്ന് വെച്ചാൽ പേജായിട്ട് തുടങ്ങിയ ഒരാളാണ്. അപ്പം പേജായിട്ട് തുടങ്ങി, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇത് പറയുന്നത് ഫേസ്ബുക്കിനെ കുറിച്ചാട്ടോ. ഫേസ്ബുക്കിൻ്റെ അകത്ത് നമ്മളൊരു അക്കൗണ്ട് അല്ല പേജ് ആക്കിയിട്ട് തുടങ്ങുക വെച്ചാൽ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ മോണിറ്റേഷൻ റെഡിയാവും. അത് റെഡിയായി കഴിഞ്ഞാൽ നമുക്കതിലൂടെ വരുമാനം കിട്ടും. നമ്മുടെ വീഡിയോ എത്രത്തോളം റീച്ച് ഉണ്ടോ അതിനനുസരിച്ചുള്ള വരുമാനം നമ്മുടെ കയ്യിൽ വരും. എന്നെയൊക്കെ സംബന്ധിച്ചെന്ന് വെച്ചാൽ യൂട്യൂബിനെക്കാട്ടിലും വരുമാനം കിട്ടുന്നത് ഫേസ്ബുക്കിൻ്റെ അകത്തുനിന്നാണ്. അപ്പോൾ ഈ കുറുക്കൻ എന്താ ഉദ്ദേശിച്ച് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ കുറുക്കൻ്റെ പ്രൊഫൈലടക്കം എടുത്തിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ കുറുക്കൻ്റെ അക്കൗണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കും. അതിലൂടെ കുറുക്കനെ കുറച്ചും കൂടി റീച്ച് കിട്ടും, കുറച്ചും കൂടി ഫോളോവേഴ്സ് കിട്ടും എന്നായിരുന്നു കുറുക്കൻ്റെ കണ്ണിൽ. അപ്പോൾ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ ആരെയും പിടിച്ചിട്ട് ബ്ലോക്ക് ആക്കാനും നിൽക്കാറില്ല. കാരണം ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും നമുക്ക് എത്രത്തോളം കമൻറ്റും ലൈക്കും വരുന്നോ അത്രത്തോളം ആളിലേക്ക് അതെത്തിപ്പെടും എന്നുള്ളതാണ്. എല്ലാവരും പറയും നിങ്ങളിതിന് താഴെ കമൻ്റ് ഇടൂ, ലൈക്ക് ഇടൂ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെയൊക്കെ വിചാരം പോലെ എന്ന് പറയാൻ പറ്റൂല. ചിലരുടെയൊക്കെ വിചാരം പോലെ ഒരു ലൈക്കിന് ഇത്ര പൈസ അല്ലെ ഒരു കമൻറ്റിന് ഇത്ര പൈസ. ഞാനൊക്കെ ആദ്യകാലത്തൊക്കെ കേട്ടിരിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ നമുക്കൊരാൾ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നതിൻ്റെ മുമ്പാട്ടോ, ലൈക്കിനും കമൻറ്റിനും ഒക്കെ ഇത്ര പൈസ വെച്ചിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഞാനല്ല കേട്ടോ, മറ്റുള്ളവർ പറഞ്ഞ് നടക്കുമ്പം ഞാൻ ഇതൊക്കെ വിശ്വസിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലൈക്കിനും കമൻറ്റിനും ഒന്നും കിട്ടൂല. എത്രത്തോളം ആൾക്കാർ വാച്ച് ചെയ്യുന്നു അത്രത്തോളം വരുമാനമാണ് നമുക്ക് കിട്ടുക. അത് ഇത്ര മണിക്കൂറിന് ഇത്ര പൈസയല്ല കേട്ടോ, ഡോളറായിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മളുടെ ഈ കമൻറ്റും ഈ ലൈക്കൊക്കെ വെച്ചിട്ടാണ് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അപ്പം നമുക്കൊക്കെ എത്രത്തോളം നെഗറ്റീവ് വരുന്നോ അത്രത്തോളം പബ്ലിസിറ്റിയാണ്. എല്ലാവരും വിചാരിക്കുന്നത് ഈ നെഗറ്റീവ് കമൻറ്റ് കിട്ടുമ്പോഴേക്കും നമ്മളാകെ ഡൗണായി വിഷമിച്ച് സങ്കടപ്പെട്ട് വീട്ടിൽ കുത്തിരിഞ്ഞ് കരയാണ്. അതൊന്നല്ല സത്യാവസ്ഥ. നമുക്ക് എത്രത്തോളം നെഗറ്റീവ് കിട്ടുന്നോ അത്രത്തോളം ആൾക്കാർ നമ്മളെ നോട്ട് ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരാൾ 100 നന്മ ചെയ്താലും അത് പറഞ്ഞ് നടക്കുന്നതിനെക്കാട്ടിലും ഒരു തിന്മ ചെയ്യുന്ന സമയത്താണ് എല്ലാവരും നോട്ട് ചെയ്യുക. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങളൊക്കെ ഈ നെഗറ്റീവ് ഇടുമ്പോൾ, നിങ്ങളൊക്കെ ഈ തെറി വിളിക്കുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നല്ല. നിങ്ങളുടെ ഓരോ തെറി വിളിയും എനിക്ക് ഓരോ ഡോളറായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളറിയാതെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് എത്രത്തോളം ആൾക്കാർ കമൻ്റ് ഇടുന്നു, എത്രത്തോളം ആൾക്കാർ നെഗറ്റീവ് അടിക്കുന്നു, എത്രത്തോളം ആൾക്കാർ എന്താ പറയുക തെറി വിളിച്ചാലും തോന്നിയാസം വിളിച്ചാലും ഒക്കെ അതെനിക്ക് ബെനിഫിറ്റായിട്ട് മാത്രമേ മാറുന്നുള്ളൂ. ഞാൻ അതിൽ ആരെയും പിടിച്ചിട്ട് ബ്ലോക്ക് ആക്കാറില്ല. കാരണം ബ്ലോക്ക് ആക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ നെഗറ്റീവിൽ കൂടെ നമ്മൾ പണം സമ്പാദിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിപ്പം എൻ്റെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ അതിൻ്റെ താഴെ മുഴുവനും ഫുള്ള് നെഗറ്റീവായിരിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് വരുമാനമാണ് വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഒരു മരംകുത്തി കുറുക്കനുണ്ടായിരുന്നു. ആ കുറുക്കനെ പിടിച്ച് ഞാനങ്ങ് ബ്ലോക്ക് ചെയ്താഞ്ഞ്. എന്നാത്തിനാന്നേ, ഇവന് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ട്, അത്യാവശ്യം വീഡിയോസ് ഇടുന്നു, റിയാക്ഷൻ വീഡിയോസ് ആട്ടോ ഇടുന്നത്. രാഷ്ട്രീയ പാർട്ടികളെയും അങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് ഇയാൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടുന്നത്. അതിൽ എന്നെ എന്തിനാണ് ഈ വലിച്ചിടുന്നത് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് ഓടിയത്. അപ്പം ഞാൻ ഈ 1-2 ദിവസമായി എന്നല്ല, 1-2 വീഡിയോസായി റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ അടുപ്പിച്ച് എല്ലാ വീഡിയോൻ്റെതായി ഒരേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തതിൻ്റെ മാതിരി കമൻ്റ് ഇടുക, ഒരേപോലെ. അപ്പോൾ ഞാനിത് നോട്ട് ചെയ്യാൻ തന്നെ കാരണം ഞാൻ പറഞ്ഞല്ലോ, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരേ വ്യക്തി തന്നെ എല്ലാ വീഡിയോസിൻ്റെ താഴത്തും പക്ക തോന്നിവാസവും തെറിയും ഒക്കെ വിളിച്ചിട്ട് എല്ലാത്തിൻ്റെ താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായി ഇതാണ് ഇയാളുടെ ഉദ്ദേശം. കാരണം ഞാനതെടുത്ത് റിയാക്ട് ചെയ്യും. അപ്പോൾ അയാളുടെ അക്കൗണ്ട് എടുത്ത് എല്ലാവരും നോക്കും. അപ്പോൾ അയാളെ ഫോളോ ചെയ്യാനും അയാളുടെ ബാക്കിയുള്ള വീഡിയോസ് കാണാനും ആൾക്കാരുണ്ടാവും. വെറുതെയാ ആളുടെ ആ ഒരു എന്താ പറയുക കുബുദ്ധി കാരണം ഞാൻ അയാളെ തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ എന്നാത്തിനാന്നേ. അപ്പം എനിക്കൊരാളെ ബ്ലോക്ക് ചെയ്താൽ അത് എൻ്റെ ഒരു എന്താ പറയുക ഒരു എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നൊരു ആളെയാണ് എനിക്ക് നഷ്ടപ്പെടുക. പക്ഷേ എന്നാൽ പോലും എന്തിലും ഒരു മാന്യതയൊക്കെ ഉണ്ട്. അത് നെഗറ്റീവ് കമൻ്റ് ഇടുകയാണെങ്കിലും വീഡിയോസ് ചെയ്യുകയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ നമ്മൾ കുറുക്കൻ്റെ ബുദ്ധിയായിട്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മമ്മ തെറ്റിച്ചിട്ട് നടുക്ക് നിന്ന് ചോര കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ആരാ തോറ്റു പോയത്? അതേപോലെ ഇയാളെ പിടിച്ചിട്ട്
ഞാനങ്ങ് ബ്ലോക്കാക്കി. അയാൾക്ക് ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇനി വേറൊരു അക്കൗണ്ട് എടുത്തിട്ട് അതിൽ എന്നെ ഫോളോ ചെയ്തിട്ട് അതിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിന് റിയാക്ട് ചെയ്യേണ്ടി വരും. ഉണ്ടല്ലേ ഒരു കുരുട്ട് ബുദ്ധി കാരണം പറ്റിയൊരു പറ്റേ. കാരണം ഞാൻ ഈ കുറച്ച് 1-2 വീഡിയോസ് ഞാനിങ്ങനെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കാണ് ഞാനും ഒന്ന് എല്ലാത്തിനതായി പോയി അന്ന് കമൻ്റ് ഇട്ടുവിടട്ടെ, എന്നാൽ അവളെ അങ്ങ് കയറി റിയാക്ട് ചെയ്യും, അതിലൂടെ എനിക്ക് ഫേമസ് ആവാം എന്ന് വിചാരിച്ച് എന്തായി, മൊത്തം പോയി. അങ്ങനെ വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടേ, ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. ചിലതിനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കും കൂടി തോന്നണം, അത് ജെന്യൂനാണ്, ഇതേപോലെ പബ്ലിസിറ്റി വേണ്ടിയിട്ടല്ല എന്നൊക്കെ ഉള്ളത് എനിക്കും കൂടി ബോധ്യമായാൽ മാത്രമേ ഞാൻ അതിനെ റിയാക്ട് ചെയ്യുള്ളൂ. എൻ്റെ ഒരു മറുപടി അയാൾ എന്താ പറയുക, അതിനുള്ള അർഹനാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അതിന് പ്രതികരിക്കുള്ളൂ. അതെല്ലാവരും ഒന്ന് ഓർത്തിരുന്ന അത്രയ്ക്ക് നന്ദി. ഓക്കെ, അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. Ta-da!